കള്ളന്മാരെയും കൊള്ളക്കാരെയും കൊലപാതകളെയും തിരികെ കയറ്റി ആഭ്യന്തര വകുപ്പിനെ അധോലോക വകുപ്പാക്കി മാറ്റിയ മുഖ്യമന്ത്രി രാജിവെക്കുക. ആം ആദ്മി പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ മണ്ഡലം പ്രതിനിധികൾ, വാർഡ് പ്രതിനിധികൾ, എല്ലാവർക്കും അഭിവാദ്യം. പ്രിയമുള്ളവരെ, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ജനാധിപത്യ വിദഗ്ധതയാണ് നമ്മൾ ഇവിടെ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണപക്ഷത്തിന്റെ തന്നെ ഒരു MLA ആഭ്യന്തര വകുപ്പിനെതിരെയും ഭരണത്തിനെതിരെയും ഇവിടുത്തെ ADGP ലോ ആൻഡ് ഓർഡർ ശ്രീ MR അജിത് കുമാർ തുടങ്ങി സേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങളും അഴിമതി ആരോപണങ്ങളുമാണ് ഉയർത്തിവിട്ടിരിക്കുന്നത്. ഇവിടെ ജനാധിപത്യ വിശ്വാസികളെന്ന് സ്വയം അഭിമാനിക്കുന്ന നമ്മളുൾപ്പെടുന്ന സമൂഹത്തിന് യാതൊരു വ്യക്തനും ഉണ്ടായിട്ടില്ല എന്നതാണ് ഒന്ന് ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ വസ്തുത. ഭരണത്തിലേറെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണത്തിലേറിയ ഭരണകൂടങ്ങൾ ഒരു ഉളപ്പമില്ലാതെ മാഫിയകളായി മാറുന്നു എന്ന് പറയുന്ന സ്ഥിതിവിശേഷം എത്രമാത്രം ദയനീയമാണ് എന്ന് നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട് ഇന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകൂടത്തിനാണ്. ഇത് മനസ്സിലാക്കിയ നല്ലവരായ കുറെ ആളുകൾ, അതിൽ കുറച്ചുപേർ മാത്രം ഇവിടെ വന്ന് ജനങ്ങളോട് സംസാരിക്കുകയാണ്. ഈ നാട് ഭരിക്കപ്പെടുന്നത് അധികാരം കയ്യേറിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥരും കൂടി ചേർന്നുള്ള അഴിമതി ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഇവിടെ ഒരു പ്രതിപക്ഷമില്ല എന്ന് നാം തിരിച്ചറിയണം. ആ ഘട്ടത്തിലാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി. അഴിമതിയിലും അക്രമത്തിലും മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു ഭരണകൂടത്തിന് നേരെ ശബ്ദമുയർത്താൻ വളരെ ചെറിയൊരു വിഭാഗമായ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. പക്ഷേ ഇത് ഏറ്റെടുക്കുന്നത് തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികളാണ്. നമുക്ക് കേരളത്തിന്റെ ചരിത്രം വെച്ച് നോക്കിയാൽ അറിയാം, ഈ ഭരണകൂടങ്ങൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട് ഇന്ന് എത്രയോ മുന്നോട്ട് പോകുമായിരുന്നു. വർഷങ്ങളായി, ഏതാണ്ട് 60 കാലമായി മാറി മാറി വന്ന ഭരണകൂടങ്ങൾ പരസ്പരം പഴിചാരിയാണ് അധികാരത്തിലെത്തിയിട്ടുള്ളത്. മറ്റൊരു മാർഗവുമില്ലാതെ കേരളത്തിന്റെ വല്ലാതെ വിഷമിക്കുന്ന സാഹചര്യത്തിലാണ് ആം ആദ്മി പാർട്ടി ഇവിടെ ആവശ്യമാണെന്ന് ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യർ തിരിച്ചറിയുന്നത്. ഇവിടെ ഭരണകൂടത്തിന്റെ എല്ലാ തിന്മപ്രവർത്തികൾക്കും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥ ബന്ധവും പോലീസ് സേനയും അതുൾപ്പെടുന്ന അതിനിഗൂഢമായ ഒരു അധോലോക സമൂഹമാണ് ഈ നാട്ടിലെ പാവപ്പെട്ട ജനതയെ അവരുടെ കണ്ണു മൂടിക്കെട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയുന്ന പ്രബുദ്ധരായ കുറച്ചാളുകളെയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മഹാഭൂരിപക്ഷം പേര് ഈ കേരളത്തിലുണ്ട്. അവരെ അസംഘടിതരാണ്. അവരെ സംഘടിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ശൈലിയുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങൾ അവിടെ പാളയത്തുനിന്ന് തിരിച്ചപ്പോൾ ഒരു വിഭാഗമായി ഞങ്ങൾ മുന്നേറുകയാണ്. കേരളത്തിന്റെ ഭരണത്തെ പറ്റി പരക്കെ ആക്ഷേപമുണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി. VMTVയുടെ മറ്റ് ബ്രേക്കിംഗ് ന്യൂസുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.